ഇത് ബയോഗ്യാസ് ഇത് തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇവിടെ വീട്ടിൽ വരുന്ന സകല വേസ്റ്റും ഹ്യൂമൻ വേസ്റ്റൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാങ്കിലേക്ക് വരുന്നുണ്ട്. സകല വേസ്റ്റും ഇത് കൺസ്യൂം ചെയ്ത് ഫെർമെൻറ്റ് ചെയ്ത് നമുക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട്. ആ ഗ്യാസ് കിട്ടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സിലിണ്ടർ ഇങ്ങനെ ഈ ടാങ്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഗ്യാസിൻ്റെ വോളിയം കാണിക്കുന്നതാണ് ഈ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ്. ഇത് മേലേക്ക് പോവുകയും താഴേക്ക് പോവുകയും ഗ്യാസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ഇത് താഴേക്ക് പോവുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ സ്ലറി എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഓവർഫ്ലോ വരുന്ന സ്ലറി ഇവിടെ നമുക്കത് ദിവസവും കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ലറി നല്ല വളമാണ്, ചെടികൾക്കെല്ലാം നല്ല വളം ആണിത്. അതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ നല്ല പച്ചപ്പോടെ നിൽക്കുന്നത്. ഇലകളെല്ലാം നല്ല പുഷ്ടിയായിട്ട്, ചെടികളെല്ലാം പുഷ്ടിയായിട്ടുണ്ട്, നല്ല ഫലപുഷ്ടിയായിട്ട് സംഗതികളൊക്കെ വളരുന്നുണ്ട്, ഫലങ്ങളും കിട്ടുന്നുണ്ട്. ഈ വേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ദിവസം ഏകദേശം 1 മണിക്കൂർ നേരത്തേക്കുള്ള കുക്കിങ്ങിനുള്ള ഗ്യാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വന്നതിന് ശേഷം സാധാരണ ഞങ്ങൾ ഒരു സിലിണ്ടർ 1 മാസം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സിലിണ്ടർ ഞങ്ങൾ വാങ്ങിക്കുന്നത് 3 മാസത്തിലൊരിക്കലാണ്. അതായത് ഒരു 3 മാസത്തേക്കുള്ള കൺസംഷനിൽ നമുക്ക് ഇതിൻ്റെ അഡീഷണലായിട്ട് വരുന്നത് കൊണ്ട് 3 മാസം കൂടുമ്പോൾ ഒരു സിലിണ്ടർ പുതുതായിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ. ആ രീതിയിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ നമ്മുടെ നാടിനെ വൃത്തികേടിൽ നിന്ന്, അഴുക്കിൽ നിന്ന് മാറ്റിയെടുക്കുന്നൊരു സംഗതിയാണ്, ലാഭമുള്ള സംഗതിയാണ്. വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ചുറ്റുപാടുകളെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ ബയോഗ്യാസിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന സ്ലറി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഈ കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. ആ വളത്തിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്ര നല്ല പുഷ്ടിയോടെ നല്ല പച്ചപ്പോടെ നിൽക്കുന്നത്. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ഞാൻ ഈ ചുരുങ്ങിയ സ്ഥലത്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ഇത് ചേമ്പ്, ഇത് കാച്ചിൽ, ചെറുകിഴങ്ങ്, ഓമ, ഇങ്ങനെയുള്ള സകല സംഗതികളും, വാഴ, ഇതെല്ലാം ഈ പറമ്പിലുണ്ട്. ഈ വളം വളരെ നല്ലതാണ്. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം വേറെ യാതൊരു വളവും ഞാൻ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ കെമിക്കൽസ് ഉപയോഗിക്കാതെ നമ്മളുടെ ജൈവവളം, ഇതൊരു നല്ല ജൈവവളമാണ്. മറ്റ് യാതൊരു കെമിക്കൽസ് ഉപയോഗിക്കാതെ ഇങ്ങനെ ഭംഗിയായിട്ട് വളർന്നു വരുന്നതുകൊണ്ട് നമുക്കത് എല്ലാ കൃഷി ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മണ്ണിൽ വന്നിട്ട് മണ്ണിലുള്ള വിര നമുക്ക് ധാരാളം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കുക്കരിക്കട്ട ധാരാളം ഇവിടെ മണ്ണിലുണ്ടായിട്ട് മണ്ണിൻ്റെ നിറം തന്നെ മാറിയിട്ടുണ്ട് ഈ സ്ലറി ഉപയോഗിച്ച് ഞാൻ ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം. ഇത് നമ്മുടെ ഈ ഹ്യൂമൻ വേസ്റ്റ്, അതായത് നമ്മുടെ ടോയ്ലറ്റ്സിൽ നിന്നുള്ള WCയുടെ കണക്ഷനാണ് ഇത്. എല്ലാ ടോയ്ലറ്റ്സിൽ നിന്നുള്ള WC കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് നമുക്ക് സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് അതേപോലെ ഇതിൻ്റെ ടാങ്കിലേക്കാണ് വരുന്നത്. അത് നമുക്ക് എല്ലാ വിധത്തിലും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പം സേഫ്റ്റി ടാങ്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അതും നമുക്ക് ഗ്യാസിന് പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് നമ്മുടെ വീട്ടിലെ വേസ്റ്റും നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റും പിന്നെ ഹ്യൂമൻ വേസ്റ്റും മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ചാണകം കൊണ്ട് മാത്രമാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. ആ ചാണകത്തിൻ്റെ പകരം നമുക്ക് ഇത് തന്നെ ധാരാളം മതി. നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് ദിവസവും 1 മണിക്കൂറിനുള്ള ഗ്യാസ് പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ആ രീതിയിൽ നമുക്ക് വളരെ നല്ല സംഗതിയാണ്. പിന്നെ ഈ കൊടുക്കത്തിരിക്കുന്ന ഈ സ്ലറി ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം സ്ലറി ഞാൻ മേലെ ഒരു ടാങ്കിൽ കളക്ട് ചെയ്ത് അതാണ് ഇറിഗേഷനായിട്ടും ചെടികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആ സ്ലറി മേലെ ഞാൻ എൻ്റെ റൂഫിലും കൃഷിയുണ്ട്, റൂഫ് ടോപ്പ് കൃഷിയുണ്ട്. നഗരത്തിലൊരു നാട്ടിൻപുറം എന്ന കൃഷി വകുപ്പിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലറി മേലേക്ക് പമ്പ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ വളരെ നല്ലൊരു വളമാണിത്.